ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി. പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈ തളർന്നെന്ന് കുടുംബം. 2 മാസം പിന്നിട്ട പെൺകുഞ്ഞിന്റെ വലതു കൈയുടെ ചലനശേഷിയാണ് നഷ്ടമായത്. അസാധാരണ രൂപമാറ്റത്തോടെ കുഞ്ഞു പിറക്കാനിടയായ സംഭവത്തിൽ ആരോപണം നേരിട്ടതിന് പിന്നാലെയാണ് കടപ്പുറം വനിതാ ശിശു ആശുപത്രിക്കെതിരെ മറ്റൊരു പരാതിയുമായി കുടുംബം രംഗത്തെത്തിയത്. ആലപ്പുഴ തെക്കിനാരാട് സ്വദേശികളായ ആകേഷ് രമ്യ ദമ്പതികളുടെ 2 മാസം പിന്നിട്ട പെൺകുഞ്ഞിന്റെ വലതു കൈയുടെ ചലനശേഷി നഷ്ടമായെന്നാണ് പരാതി. കുഞ്ഞിന് ഇപ്പൊ കൈ നന്നായിട്ട് നിവരത്തുമില്ല, മടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ BMR OP ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുക. ഫിസിയോതെറാപ്പിയും ഇലക്ട്രിക്കൽ തെറാപ്പിയും ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞിൻ്റെ സ്ഥിതി വെച്ചാൽ ഇപ്പോൾ 2 മാസമായി. പ്രത്യേകിച്ച് വല്ല വ്യത്യാസമൊന്നും കാണുന്നില്ല കൈക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ പരാതി കൊടുക്കാൻ തുടങ്ങുന്നത്. ഞങ്ങളവർക്ക് മാറുമെന്ന് വിചാരിച്ചാണ് ഇത്രയും കാലം പരാതിയൊന്നും കൊടുക്കാമായിരുന്നു. കുഞ്ഞിന്റെ വലതു കൈയുടെ ചലനശേഷി നഷ്ടമായെന്ന് ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജിനാണ് രമ്യ പരാതി നൽകിയത്. പ്രസവത്തിനായി സെപ്റ്റംബർ 29-നാണ് രമ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒക്ടോബർ 2-ന് പുലർച്ചെ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചു. പ്രസവമെടുത്തത് നിരവധി കേസുകളിൽ ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പ. കുഞ്ഞിനെ വാക്കം ഉപയോഗിച്ച് പുറത്തെടുത്തതിലുണ്ടായ ചികിത്സാ പിഴവാണ് വൈകല്യമുണ്ടാകാൻ കാരണമെന്ന് ഇവർ നൽകിയ പരാതിയിൽ പറയുന്നു. നേരത്തെ സമാന സംഭവമുണ്ടായ 1.5 വയസ്സുകാരൻ്റെ അച്ഛൻ്റെ പരാതിയിൽ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആശുപത്രിയിൽ നടന്ന പ്രസവങ്ങളിൽ അസാധാരണ സംഭവങ്ങൾ നടന്നിട്ടില്ല എന്ന് സൂപ്രണ്ട് KK ദീപ്തി പ്രതികരിച്ചു. അമൃത ന്യൂസ്, ആലപ്പുഴ.